ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലയ്ക്കാണെങ്കിൽ സ്വയം ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നിട്ട് കഷ്ടപ്പെട്ട് വലിച്ചു കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് കാവേരിയും ഗംഗയും കൂടി അവിടേക്ക് കയറി വരുന്നത്. അപ്പോൾ കാവേരി പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് വെള്ളം കോരുന്ന തൊട്ടിൽ വാങ്ങിച്ചെടുക്കുക. നിന്നോട് ആരാടി ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്ന് ചോദിക്കുക. അത് ചേച്ചി, ഗീത ചേച്ചിയാണ് പറഞ്ഞത് ഇതൊക്കെ ചെയ്യാനായിട്ട്. കൊച്ചു കുഞ്ഞിനെ കൊണ്ടാണോ ഈ പറ്റാത്ത പണിയൊക്കെ ഗീത ചേച്ചി ചെയ്യിക്കുന്നത്? ആ ഗീത ഇങ്ങോട്ട് വിളിക്കുക, അവളോട് രണ്ടെണ്ണം ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാവേരി ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുമ്പം ഗംഗ വന്ന് തടയും. എടി, നീ എന്നും ചോദിക്കാൻ നിൽക്കണ്ട. അവരുടെ വീട്ടിൽ അവരുടെ ഔദാര്യത്തിൽ നമ്മൾ കഴിയുമ്പം അവർ പറയുന്നതൊക്കെ അനുസരിക്കാനല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചോദിക്കാൻ പോയി അതൊരു വലിയ പ്രശ്നമായിട്ട് മാറത്തുള്ളൂ എന്ന് പറയാം. അല്ല, അപ്പോൾ യമുന എന്തേ എന്ന് കാവേരി അപ്പം നിളയോട് ചോദിക്കും. യമുന ചേച്ചി തുണി അലക്കാൻ പോയിരിക്കുക. തുണി അലക്കാനോ? എവിടെ? അത് അവിടെ പുഴയിൽ പോയാൽ തുണി അലക്കുന്നത് എന്ന് പറയേ. അത് കേൾക്കുന്ന കാവേരിയും ഗംഗയും കൂടി യമുനയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് അവളെ തുണി അലക്കാനായിട്ട് സഹായിക്കുക. അപ്പം യമുന ചോദിക്കും, അല്ല നിങ്ങളെങ്ങനെ ഇവിടെ വന്നു പെട്ടു എന്ന് ചോദിക്കുക. അതോ, നിള പറഞ്ഞു നീ തുണി അലക്കാൻ ഇങ്ങോട്ട് പോന്നു എന്ന്. വന്ന് കണ്ടപ്പോഴല്ലേ ഒരു മലയോളം തുണി ഉണ്ടെന്ന് കണ്ടത്. അപ്പം പിന്നെ നിന്നെ സഹായിക്കാമെന്ന് ഞങ്ങളും കരുതി എന്ന് കാവേരി പറയൂട്ടോ. അല്ല, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവർ മനഃപൂർവ്വം ഇത് ചെയ്യുന്നതാ. എനിക്ക് തോന്നേ കറണ്ടൊക്കെ ഉണ്ട്, അവർ മെയിൻ സ്വിച്ച് ഓഫാക്കി വെച്ചിരിക്കുന്നതാണെന്നാ എന്ന് യമുന പറയൂട്ടോ. അത് കേൾക്കുന്ന കാവേരി പറയും, നമ്മൾ അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവർ പറയുന്ന കുറച്ച് ജോലികളൊക്കെ ഷെയർ ചെയ്തല്ലേ പറ്റൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് കാവേരി ചോദിക്കുക. എന്നും കരുതി ഇങ്ങനെയുണ്ടോ? ഗീത ചേച്ചി ഒന്നും നമ്മൾ കണ്ട പോലേ അല്ല. ശരിക്കും എന്തൊരു സ്വഭാവം അവരുടേത് എന്ന് പറയാണ് യമുന കേട്ടോ. അപ്പോൾ ഗംഗ പറയും, ഒന്നും പറയാനും ചോദിക്കാനും നിൽക്കണ്ട, നമ്മുടെ സാഹചര്യം ഇതായി പോയില്ലേ എന്ന് പറയാം. പെട്ടെന്നാണ് ഒരു കെട്ട് തുണിയായിട്ട് നിളയെ അവിടെ കൊണ്ടുപോയി ഇടുന്നത്. അപ്പം എന്നിട്ടത് കിതയ്ക്കുവാണ് കേട്ടോ, അത്രയും വെയിറ്റ് ആ തുണിക്കുണ്ട്. അപ്പോൾ ഓടിപ്പോയി നമ്മുടെ കാവേരി നോക്കുക. അയ്യോ, ഇത് ആരാ നിന്റെ കൈ തന്നു വിട്ടത്? വേറെ ആരാ? ഗീത ചേച്ചി തന്നു വിട്ടതാ. ഇപ്പം നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ഇതും കൂടി അലക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ യമുന വന്ന് കെട്ടഴിക്കുക. എന്നിട്ട് പറയും, അയലത്തെ വീട്ടിലെ പൂച്ചയ്ക്ക് ഇടുന്ന ഡ്രസ്സ് വരെയുണ്ട്. ഇതെങ്ങ് നോക്കിക്കേ ചേച്ചി, കർട്ടന് അതുപോലെ മേശവിരി, അവരുടെ വീട്ടിലെ വെള്ളം ഇന്നാന്ന് തോന്നുന്നു ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ടാന്ന് തോന്നുന്നു തുണിയെല്ലാം കൂട്ടിക്കെട്ടി നമ്മുടെ കൈ തന്നു വിട്ടിരിക്കുന്നത്. അലക്കാനാന്ന് പറഞ്ഞ് ആ വീട് പണിത പിന്നെ ഇതൊന്നും അലക്കിയ ലക്ഷണവും കാണുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് നിള പറയും, അവർ മനഃപൂർവ്വം ചെയ്യുന്നതാ ചേച്ചി. നമ്മുടെ അമ്മയെ കൊണ്ടും ഓരോരോ ജോലികൾ ചെയ്യിക്കുക. അമ്മ അവിടെ പെര തുടയ്ക്കുകയും പെര അടിച്ചു വാരലും ഒക്കെയാ. അമ്മയ്ക്കാണ് തീരെ വയ്യ, നല്ല തലവേദനയുണ്ട് എന്ന് നിള പറയണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കേൾക്കുന്ന യമുന പറയും, അമ്മയെ അവർ ശരിക്കും ഒരു വേലക്കാരിയാക്കി മാറ്റിയിരിക്കുക. അമ്മയ്ക്കാണ് നല്ല തലവേദനയുണ്ട്. അമ്മയാണ് അവർ പറയുന്ന എല്ലാ ജോലികളും ചെയ്യുകയും ചെയ്യും. നമുക്ക് അത്രയും കുറച്ച് ചെയ്താൽ മതിയല്ലോ എന്നും കരുതി എങ്ങനെ ജീവിച്ചതല്ലേ അമ്മ. എന്നിട്ടിപ്പം ഈ അവസ്ഥയിൽ അമ്മയുടെ മാനസികാവസ്ഥ എന്താകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പെട്ടെന്ന് യമുന പറയുമ്പം നമ്മുടെ കാവേരിയും ഗംഗയും പരസ്പരം നോക്കുവാണ്. എന്നിട്ട് യമുന പറയും, എൻ്റെ പൊന്ന് ഗംഗേച്ചി ചേച്ചി, വിനിതേട്ടനെ കല്യാണം കഴിച്ച് ഈ നരകത്തിലേക്ക് വരാതിരിക്കുന്നത് എന്തുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ ചേച്ചിയുടെ ജീവിതം കഷ്ടപ്പെട്ടു പോയേനെ. അതുപോലത്തെ രണ്ട് ആറ്റം ബോംബ് ഐറ്റങ്ങളാണ് നമ്മുടെ അമ്മായി അതുപോലെ ഗീത ചേച്ചി. ഇനി അമ്മായി ഒന്ന് ഒതുങ്ങി നിന്നാലും ഗീത ചേച്ചി നാത്തും പോലെ എടുത്ത് ചേച്ചി ഒരു വശം കെടുത്തേനെ എന്ന് പറയാം. അത് കേൾക്കുന്ന കാവേരി പറയും, അങ്ങനെ വല്ല സംഭവിച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മളിവിടെ വന്ന് ചോദ്യം ചെയ്യില്ലേ? അച്ഛനും ഉണ്ടെങ്കിൽ ഒരിക്കലും അതൊന്നും നടക്കുകയായിരുന്നു, അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാൻ വരത്തില്ല എന്ന് പറയാണ്. അപ്പം ഗംഗ ഒന്നും അതിന് മറുപടി പറയില്ല കേട്ടോ. എങ്കിലും നരകത്തിൻ്റെ കവാടവും തുറന്നിരിക്കുക ആ വീട്ടിൽ അമ്മായിയും ഗീത ചേച്ചിയെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് കെട്ടും കിടക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് ഇപ്പം കെട്ടിയെടുത്തത് തന്നെ എന്ന് യമുന പറയാം. അത് പിന്നെ പറയാനുണ്ടോ എന്ന് അപ്പം നിള പറയാണ്. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നൊന്നും മാറിയില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകും കാവേരി ചേച്ചി എന്ന് നിള പറയണം. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം, അതിനു മുന്നേ നമുക്ക് ചെയ്തു തീർക്കാം, മറ്റു ചിലതുണ്ട് എന്ന് കാവേരി പറയാം. അപ്പം നിള ചോദിക്കും, വേറെന്ത് കാര്യമാണ് ചെയ്തു തീർക്കാനുള്ളത്? അതൊക്കെ നീ വഴിയേ കണ്ടോ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടി തുണി അലക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു കമ്പിളി അലക്കിയിട്ട് അത് ഗംഗയുടെ കയ്യിലോട്ട് കൊടുക്കുക. ചേച്ചി ഇതൊന്ന് പിടിച്ച് നമുക്കിതൊന്ന് ഊരി പിഴിഞ്ഞെടുക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും ഓരോ അറ്റത്ത് പിരിച്ച് അതിലെ വെള്ളം കളയാനായിട്ട് നോക്കുകയാണ് കേട്ടോ. വെള്ളം കളഞ്ഞ് നിവർത്തി നോക്കുമ്പം അത് കീറിയിരിക്കുന്നു. അത് കാണുന്ന കാവേരി പറയും, അയ്യോ ഇത് കീറിയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും അവരെന്തെങ്കിലും പറയാൻ വന്നാൽ അതിൻ്റെ ബാക്കി അപ്പം നമുക്കും പറയാം എന്നും പറഞ്ഞ് തുണിയൊക്കെ അലക്കി അവർ തിരിച്ച് ചെല്ലുകയാണേ. ഇതേ സമയം വീട്ടിൽ സുജാതയും മകളും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ സുജാത പറയും, എങ്കിലും നിൻ്റെ മനക്കെട്ട് സമ്മതിക്കണം.
ഞാൻ വാക്കുകൊണ്ട് വല്ലതും പറഞ്ഞാലും ഇങ്ങനെ ആരും ഉപദ്രവിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല എന്ന് പറയാം. അമ്മയ്ക്കതില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് തന്നെ വിവരങ്ങൾ അറിഞ്ഞപ്പം ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ ഞാൻ സ്വർണ്ണമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചതാ. നമ്മുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാക്കുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ നൈസായിട്ട് നീക്കം ചെയ്യണമെന്നൊക്കെ സ്വർണ്ണമ്മയെ കണ്ടമ്മ പഠിക്കണം. അതിനൊക്കെ പ്രത്യേക കഴിവാ സ്വർണ്ണമ്മയ്ക്ക്. ഇഷ്ടമില്ലാത്ത ആരെയും വേദനിപ്പിച്ച് നരകിച്ച് ഇല്ലാതാക്കുന്ന അവരെ കണ്ടല്ലേ ഞാൻ ഇതൊക്കെ പഠിച്ചത് എന്ന് പറയാം. തന്നെ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മുടെ നാടാകെ പടർന്നു. എന്നിട്ട് എന്തുണ്ടായി? ആ വൈറസിനെ നമ്മൾ നീക്കം ചെയ്തില്ലേ? എന്നിട്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? അതുപോലെ തന്നെയാ ഇതും. സ്വർണ്ണമേൽ നിന്നേ ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്തത്. അല്ലാതെ ഈ വക കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്ന് പറയാ. ദേ ഗീതേ, വിനീതുങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കാര്യം അതോടുകൂടി തീരും എന്ന് പറയാം. അവനെ അറിയിക്കാതിരിക്കാനൊക്കെ എനിക്കറിയാം. ഇവളുമാരൊന്നും വിനീതിനോട് പറയാനും പോകുന്നില്ല. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഗംഗ വരികയാണേ. അപ്പം ഗംഗയെ കാണുമ്പം ഗീത പെട്ടെന്ന് സംസാരം നിർത്തും. അത് ശ്രദ്ധിക്കുന്ന സുജാത ആരാ വന്നേന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം ഗംഗയെ കാണുമ്പം പുച്ഛത്തോടു കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഗംഗയാണ് ഗീതയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഗീതേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് പോലും കെട്ടിലമ്മയ്ക്ക് പറയാനുള്ളത്? എന്താണേലും അങ്ങ് പറഞ്ഞു തോലയ്ക്ക് എന്ന് പറയാണേ. അത് എന്ത് ജോലിയാണേലും എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ദേഷ്യം മുഴുവനും എന്നോടല്ലേ? എൻ്റെ അനീത്തിമാരെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കരുതെന്ന് പറയാം. ഓഹോ, ഇച്ചിരി ജോലി ചെയ്തപ്പം നിനക്കൊക്കെ അങ്ങ് പൊള്ളിയല്ലേ? 5-6 ആളുകൾ ഇവിടെ വന്ന് വെട്ടി വിഴുങ്ങുന്നതിന് ഒരു നാണവും ഇല്ലല്ലോ. ഇച്ചിരി ജോലി ചെയ്തതിന് ഇത്തിരി കണക്ക് പറയാൻ നിൽക്കുന്നു. നാണം ഉണ്ടോടി നിനക്കൊക്കെ ഇങ്ങനെ പറയാം? നിന്നെ കൊണ്ടും നിന്റെ അനീത്തിമാരെ കൊണ്ടും വേണ്ടി വന്ന നിന്റെയൊക്കെ മുത്തശ്ശിത്തള്ളയില്ലേ, അവരെ കൊണ്ട് വരെ ഈ ഗീത ജോലി ചെയ്യിപ്പിക്കും എന്ന് പറയാണേ. ഗീതയുടെ ഈ ധാർഷ്ട്യത്തോടുള്ള സംസാരവും കേട്ടുകൊണ്ടാണ് അവിടേക്ക് കാവേരി വരുന്നത്. അപ്പോൾ കാവേരിക്ക് അച്ഛമ്മയെ പറ്റി പറഞ്ഞത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഗീത ചേച്ചി പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? ആ രാധമ്മ ഞങ്ങളുടെ അച്ഛമ്മ മാത്രമല്ല, ചേച്ചിയുടെ അമ്മൂമ്മ കൂടിയാ, അത് മറക്കരുത്. സുജാതാപ്പച്ചി ഇത് കേട്ടുകൊണ്ട് നിന്നല്ലോ. ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മ മാത്രമല്ല, നിങ്ങളുടെ കൂടി അമ്മയല്ലേ. ആ അമ്മൂമ്മയെ പറ്റിയാ ഇവർ ഇത്രയും മോശമായിട്ട് സംസാരിച്ചത്. എന്നിട്ട് മകൾക്കെതിരെ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കാം. അപ്പം ഗീത ചോദിക്കും, എടി എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് തന്നെ തർക്കുത്തരം പറയാൻ മാത്രം നീയൊക്കെ വളർന്നോടി എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗീതയും പറയും, എൻ്റെ മകൾക്കെതിരെ സംസാരിക്കാൻ നിനക്ക് എവിടെ നിന്ന് നാവ് വന്ന് കാവേരി എന്ന് ചോദിക്കാം. സ്വന്തം മോളെ പറഞ്ഞപ്പം അപ്പച്ചിക്ക് പൊള്ളിയല്ലേ? അതുപോലെ തന്നെ സ്വന്തം അമ്മയെ പറ്റിയാണ് നിങ്ങളുടെ മോള് ഇത്രയും മോശമായിട്ട് പറഞ്ഞത്. എന്നിട്ട് അതും കേട്ടുകൊണ്ട് നിങ്ങൾ നിന്നില്ലേ? നിങ്ങൾക്കൊന്നും രാധമ്മ ഒരു വിലയില്ലെങ്കിലേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഞങ്ങളുടെ രാധമ്മ. ആ രാധമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങളൊക്കെ സംസാരിച്ചാൽ എൻ്റെ ഭാഗത്തു നിന്ന് ഇത് രീതിയിലുള്ള പെരുമാറ്റേ ഇനി ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരണമെന്നാണെങ്കിൽ ഈ നിമിഷം പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരും. ഇങ്ങോട്ട് കയറി വന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് നല്ല സ്നേഹമാണ് എന്ന് കരുതിയിട്ടൊന്നുമല്ല. രാധമ്മ കൂടി പറഞ്ഞതുകൊണ്ടാണ്. അവരുടെ മകളോട് അവർക്ക് അത്രയ്ക്കും വിശ്വാസമായിരുന്നു. അത് ഞങ്ങളായിട്ട് തെറ്റിക്കാൻ നിൽക്കുന്നില്ല എന്ന് കരുതി. പിന്നെ ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഇവിടെ കിടക്കുമെന്ന് നിങ്ങൾ കരുതണ്ട എന്നും പറഞ്ഞ് കാവേരി ഞാൻ അപ്പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പം ഗീത പറയും, അമ്മേ എത്രയും പെട്ടെന്ന് നിങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ചിറക്കമ്മേ. കയറി കിടക്കാൻ ഒരു കിടപ്പാട് ഇല്ലാതാവുമ്പോഴേ ഇവളുമാരൊക്കെ പഠിക്കുള്ളൂ. അപ്പോഴത്തേക്കും സുജാത പറയും, ഇപ്പം വേണ്ട സമയമാകുമ്പം ഞാൻ പറഞ്ഞോളാം, അപ്പം നമുക്ക് ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം രാത്രി നമ്മുടെ ശാരദ ആകെ സങ്കടപ്പെട്ട് തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആലോചനയോട് കൂടി. അപ്പം മക്കളെല്ലാവരും ചുറ്റും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരും ഓരോരോ ആലോചനയിലാണ്. അവരുടെ നല്ല കാലവും അവരെ അച്ഛനോടൊപ്പം ജീവിച്ചതും ഒക്കെ പറയാം. അപ്പം യമുന പറയും, അമ്മേ സുജാതമ്മായി എങ്ങനെ ഇങ്ങനെ മാറിപ്പോയെന്നാ? അവരുടെ സ്വഭാവം ഇത്രയ്ക്കും ദുഷിച്ചതായിരുന്നോ? എപ്പോഴും വഴക്ക എന്ന് നിളയും പറയും. ദേ കണ്ടില്ലേ ഞുള്ളി പറിച്ചതാ എന്നും പറഞ്ഞ് നിള കൈ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേ അതെല്ലാവരും ശ്രദ്ധിക്കുന്നതേ. അയ്യോ, ഇത് നന്നായിട്ട് ചുമന്ന് കിടപ്പുണ്ടല്ലോ, നീ എന്താ ഞങ്ങളോട് പറയാതിരുന്നത് എന്നപ്പോൾ കാവേരി ചോദിക്കും. നമ്മുടെ ആരുടെ സമയം ശരിയല്ല മക്കളെ, എല്ലാവർക്കും സമയദോഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആദ്യം അച്ഛൻ പോയി, പിന്നെ വീടും പോയി, കയറിക്കിടക്കാൻ ഒരു കിടപ്പാടോ ഇല്ല. അങ്ങനെ ഓരോന്നായി കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. എല്ലാ സമയദോഷവും മാറും, എല്ലാം ശരിയാവും അമ്മേ എന്ന് കാവേരി അപ്പം പറയാണ് കേട്ടോ. അപ്പം വിനീത് ഈ സംസാരവും കേട്ടുകൊണ്ട് അവിടേക്ക് വരിക. പക്ഷെ അവരുടെ അടുത്തേക്ക് പോകുന്നില്ല. ഈ സമയദോഷം മാറണമെന്നുണ്ടെങ്കിലേ നമ്മൾ ഓരോരുത്തരായി തീരണം, അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോഴത്തേക്കും കാവേരി പറയും, അമ്മയ്ക്ക് എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിക്കുക. ഹേ, എന്താ അമ്മ ഇത്? കൊച്ചു കുഞ്ഞിനെ അടുത്തിരുത്തിക്കൊണ്ടാണോ ഈ വക സംസാരമൊക്കെ? പിന്നെ ഞാൻ എന്താടി പറയേണ്ടത്? നമ്മുടെ അവസ്ഥ എന്താ? അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം ഉണ്ടാവുമായിരുന്നോ എന്ന് യമുന അപ്പം ചോദിക്കുക. അച്ഛൻ ആ മനുഷ്യൻ്റെ കാര്യം നിങ്ങളൊന്നും മിണ്ടിപ്പോകരുത് എന്ന് ശാരദ പറയാം. അമ്മ എന്താ ഈ പറയുന്നത്?
നമ്മളെ ഈ നടുക്കടലിൽ വിട്ടിട്ട് പോകാൻ അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു മക്കളെ? ഞങ്ങളോട് ഒന്നും പറയാതെ, നമുക്ക് വേറെ ആരുമില്ല എന്ന് അറിയാവുന്നതല്ലേ? എന്നിട്ട് ഇപ്പം ഏത് അവസ്ഥയിലാണ് നമ്മളെ കൊണ്ട് ആ മനുഷ്യൻ നിർത്തിയിരിക്കുന്നത്? ആ മനുഷ്യൻ്റെ ഒരു കാര്യങ്ങളും നമ്മളെ അറിയിക്കാതെ ഇരുന്നിട്ട് ഇപ്പം എന്തുണ്ടായി? നരകം, ഇത് വെറും നരകം. ഇവിടെ ഒരു രാത്രി കൂടി താമസിക്കുന്നേക്കാൾ ഭേദം ചാകുന്നതാ. അത്രയ്ക്ക് നരകമാ ഈ വീട്. ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അമ്മ കുഞ്ഞ് കേട്ടോണ്ടിരിക്കുക. അമ്മ ഓരോന്നും ഇങ്ങനെ പറയല്ലേ അമ്മേ, നിളയെ കൂടി ഇങ്ങനെ വേദനിപ്പിക്കല്ലേ എന്ന് ഗംഗ പറയാം. നമുക്ക് മുന്നിൽ വേറെ വഴിയില്ലല്ലോ അമ്മേ എന്ന് കാവേരി അപ്പം ചോദിക്കുക. വഴിയില്ലെന്ന് ആരാ പറഞ്ഞേ എന്ന് അപ്പം ശാരദ ചോദിക്കുക. ഇറങ്ങി അങ്ങ് പോണം. നമ്മൾ എങ്ങോട്ട് ഇറങ്ങി പോകാനാ അമ്മ ഇങ്ങനെ കാര്യം അറിയാതെ ചിന്തിക്കുന്നേ എന്ന് ഗംഗ വീണ്ടും ചോദിക്കാം. നമുക്ക് നമ്മുടെ വീടുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛനുണ്ടാക്കിയ വീട്, അങ്ങോട്ട് പോകണം എന്ന് ശാരദ ഒന്നും അറിയാത്ത പോലെ പറയാം. അത് ബാങ്കുകാർ സീല് ചെയ്തിരിക്കുകയല്ലേ അമ്മേ, നമുക്കതിനകത്ത് കയറാൻ പറ്റില്ല. വീടല്ലേ സീല് ചെയ്തിട്ടുള്ളൂ, മുറ്റത്തോ തൊടിയിലോ നമുക്കിരിക്കാലോ. അമ്മ എന്തൊക്കെയാ ഒരു വെളിവും ഇല്ലാത്ത പോലെ ഈ രീതിയിൽ സംസാരിക്കുന്നേ എന്ന് അപ്പം കാവേരി ചോദിക്കുക. ഇവിടെ ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് ഇങ്ങനെ താമസിക്കുന്നേക്കാൾ ഭേദം അവിടെ കിടന്ന് തണുത്ത് വിറച്ചു പട്ടിണി കിടന്നോ ചാകുന്നതാ, അതാ സമാധാനം എന്ന് പറയാം. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു വഴി തെളിയും അമ്മേ. അമ്മ സങ്കടപ്പെടല്ലേ, ഇങ്ങനെ പ്രതീക്ഷ അറ്റ പോലെ അമ്മ സംസാരിക്കരുത് എന്ന് പറയാം. ഇതൊക്കെ കേൾക്കുന്നേ വിനീതിന് ആകെ സങ്കടം വരിക. ഈ അമ്മ കാരണമാണ് ഇതെല്ലാം ഇവർ ഇങ്ങനെ ജീവിക്കേണ്ടി വന്നത്. അമ്മയ്ക്ക് അവരോട് ഇത്ര മയത്തിൽ സംസാരിച്ചാൽ എന്താ എന്നൊക്കെ വിനീത് ഒരു വഴിയുമില്ലാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം സുജാതയാണെങ്കിൽ അരിയൊക്കെ പേറ്റിക്കൊണ്ട് അടുക്കള വാതക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പം അവിടേക്ക് രാധമ്മ ചെല്ലുക. നീ എന്തിനാടി ആ പിള്ളേരോടും ആ ശാരദയോടും ഇതുപോലെ കുത്തുവർത്താനങ്ങളൊക്കെ പറയുന്നത്? അമ്മ പിന്നെ എനിക്ക് സഹായത്തിന് വേണ്ടി 5-6 പേരെ കൊണ്ട് ഇട്ടിട്ടുണ്ടല്ലേ. നിനക്കിപ്പോൾ അതൊരു വലിയ ഭാരമായല്ലേ? സംശയം എന്താ? ഭാരം തന്നെയാ. ഭാരമായെന്ന് തന്നെ ഞാൻ പറയും. ഗീതയുടെയും വിനീതയുടെയും അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം ആ പൊടിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നിനക്ക് ഭാരമൊന്നും ഇല്ലായിരുന്നോ? ഇല്ലെന്ന് ആരാ പറഞ്ഞേ? അത് ഞാനങ്ങ് സഹിച്ചു. ഒരു ഭാരം എടുക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണെങ്കിലേ പിന്നീട് എപ്പോഴെങ്കിലും ഗുണപ്പെടും. അതുപോലാണോ ഇത്? എന്നിട്ട് എനിക്കത് ഗുണപ്പെട്ടോടി എന്ന് അപ്പം അമ്മ ചോദിക്കുകയാണ് കേട്ടോ സുജാതയോട്. കെട്ടിയോ മരിച്ചിട്ട് 2 കൊച്ചു കുഞ്ഞുങ്ങളെ ഈ കാട്ടുമുക്കിൽ മഞ്ഞിനോടും മൃഗങ്ങളോടും പടവെട്ടി വളർത്തിയതിനെ പറ്റി നീ എപ്പോഴും പ്രസംഗിക്കാറുണ്ടല്ലോ. നിനക്കും ഒരു 10-25 വർഷം മുമ്പേ അത് ചെയ്തവളാടി ഞാൻ. നിന്റെ അതേ അവസ്ഥയെപ്പോലെ കടന്നു പോയവളാ ഈ ഞാനും. മഞ്ഞും മൃഗങ്ങളും മാത്രമല്ല, അന്നൊക്കെ രോഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. മലമ്പനി, മാറാരോഗങ്ങളും. എന്തെങ്കിലും ചികിത്സ എവിടെയെങ്കിലും കിട്ടുമോ? ഒന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. മക്കളെയൊക്കെ കൈവെള്ളയെ വെച്ച് നടത്തണമായിരുന്നു. മക്കളൊക്കെ മരിച്ചു പോയാലേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നെഞ്ചുരുകി കരയാന്നല്ലാതെ. ഒരു ചികിത്സിക്കാൻ പോലും ഒരു ഡോക്ടറോ ആശുപത്രിയോ ഒന്നുമില്ല. വല്ല വൈദ്യന്മാരും മരുന്ന് തന്നു. ഒന്ന് പോയാൽ വേറൊന്നുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം. ഓരോ ദിവസവും അറിയാത്ത ദൈവങ്ങളെ പോലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കണ്ണടയ്ക്കുന്നത്. അനർത്ഥങ്ങളൊന്നും ഉണ്ടായില്ല, ദൈവം കാത്തു. 2നെയും കേടുപാട് കൂടാതെ വളർത്തി വലുതാക്കി ഞാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുറച്ചു മുമ്പ് നീ എന്താ സംഭവിച്ചത്? ഭാരം എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അത് എപ്പോഴെങ്കിലും ഗുണപ്പെടുമെന്ന് നീ വലിയ വർത്തമാനം പറഞ്ഞല്ലോ. എന്നിട്ട് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താടി? എനിക്കതുകൊണ്ട് ഗുണമുണ്ടായോടി എന്ന് രാധമ്മ ചോദിക്കാം. മൂത്തവനെ കൺമുന്നിൽ നിന്നങ്ങ് കൊണ്ടുപോയി. അവൻ്റെ ഭാര്യയും പെൺമക്കളും പെരുവഴിയിൽ 1-2 ദിവസം തല ചായ്ക്കാൻ ഒരിടം ചോദിച്ച് നിന്റെ അടുത്ത് വന്നപ്പം നിന്റെ അഹങ്കാരം, പട്ടിയുടെ വില. ഈ അവസ്ഥ എനിക്ക് വന്നല്ലോ. നീ ഇങ്ങനെ സംസാരിക്കരുതടി, ദൈവദോഷം ഉണ്ടാവും. അതമ്മ ശാരദയും മക്കളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടാ, അല്ലെങ്കിൽ അമ്മയോട് എനിക്കൊരു ദേഷ്യമില്ല. ശാരദ നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? ആ വിനീതിനെ കൊണ്ട് ഗംഗയെ കല്യാണം കഴിപ്പിക്കാത്തതാണോ അവൾ ചെയ്ത ഇത്ര വലിയ തെറ്റ്? അത് ശാരദയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാൻ പറയട്ടെ, അരവിന്ദന് ഈ പെൺപിള്ളേരുടെ മൂത്തത് ഒരാൺകുട്ടിയുണ്ട്. അവനാണ് ഗീതയെ ഒരുപാട് ഇഷ്ടമാണ്. ഗീതയ്ക്ക് ഒരു സ്നേഹവും ഇല്ല അവനോട്. അങ്ങനെയുള്ളപ്പം നീ ഗീതയെ അരവിന്ദന്റെ മകനാണ് എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിലേക്ക് തള്ളിവിടുവോ? അപ്പോഴത്തേക്കും സുജാത തലയും താഴ്ത്തി നിൽക്കുക. സ്നേഹമുള്ള ഒരമ്മമാരും അത് ചെയ്യില്ല. അതെ ശാരദയും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നീ അതിന് ശാരദയുടെ തലയിൽ കുതിര കയറാറൊന്നും നിൽക്കണ്ട. അല്ലെങ്കിലും ശാരദ ഒരുപാട് മാറിപ്പോയി. എവിടെ മാറിപ്പോയിന്ന്? ശാരദ മാത്രമല്ല, നീയും നിന്റെ മകനും നിന്റെ മകളും എല്ലാവരും മാറിപ്പോയി, ഈ ഞാൻ ഉൾപ്പെടെ. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ മകൾ ഇപ്പം കെട്ടിയവൻ്റെ വീട്ടിൽ രാജ്ഞിയെ പോലെ ജീവിക്കുന്നുണ്ട്.
എന്റെ മകളുടെ അമ്മായിമ്മ ചോദിച്ചാ എടുത്താ പൊങ്ങാത്ത ശ്രീധനവും ആ സ്വർണമൊക്കെ കൊടുത്തതേ ഈ ഗൾഫുകാരൻ അരവിന്ദന്റെ പണം തന്നെയാ. ആ നന്ദിയെങ്കിലും കാണിക്കടി. അവന്റെ മക്കൾക്ക് ഒരു ആപത്ത് വന്നപ്പം അതുങ്ങളെ ഇട്ട് നരകിപ്പിക്കുന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ ചെയ്തതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടോ എന്ന്. അപ്പം സുജാതയുടെ മനസ്സിൽ ചെറുതായിട്ടൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പൊ വിനീത് അങ്ങോട്ട് വരിക. അമ്മ എന്ത് സ്വഭാവം അമ്മ എന്തിനാ അമ്മായിയും അവരെ ഇതുപോലെ മോശമായിട്ട് പെരുമാറുന്നേ? ആ കൊച്ചു കുഞ്ഞിനെ വരെ പിച്ചി എടുത്തിരിക്കുന്നു അതിന്റെ കൈ. അതിന്റെ കൈ അവിടെ ചുമന്ന് കിടക്കുക. ഓ, അപ്പോഴേക്കും അവളുമാർ പരാതിയായിട്ട് നിന്റെ അടുത്തേക്ക് വന്നോ എന്ന് ചോദിച്ച് ഗീത അങ്ങോട്ട് വരിക. അല്ല, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നിനക്ക് നിന്റെ കെട്ടുവിൻ്റെ വീട്ടിൽ നിന്നാ പോരെ? ഹോ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വീട്ടിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ലെന്നല്ലേ അവൻ പറഞ്ഞിട്ട് പോയത്. കേട്ടോ അമ്മേ, ഇത് അവൻ്റെ വീടാണെന്ന്, അവനെ ഇവിടെ ചെലവിന് തരുന്നതെന്ന്. ഞാനിവിടെ വന്നത് അധികപ്പറ്റാണെന്ന്. അമ്മ ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്. തൊഴിലുറപ്പിനും മറ്റു ജോലികൾക്കും ഒക്കെ പോയിട്ടല്ലേ അമ്മ ഇവിടെ ഓരോ കാര്യങ്ങൾ മേടിക്കുന്നത്. എന്നിട്ട് അവൻ പറയുന്ന കേട്ടോ, ഇങ്ങനെ പോയാൽ അമ്മയ്ക്ക് അവനെ വരെ നഷ്ടപ്പെടും. ഒരാപത്ത് വരുമ്പോൾ അവൻ പോലും അമ്മയുടെ കൂടെ കാണത്തില്ല, അവരുടെ കൂടെ അവൻ നിൽക്കുള്ളൂ. ഇപ്പം തന്നെ ആ ഗംഗയുടെ കാലിൽ സാഷ്ടാംഗം കിടക്കാൻ പറഞ്ഞാൽ അവൻ അതും ചെയ്യും. അങ്ങനെയുള്ളതുകൊണ്ട് അമ്മയൊന്ന് പിടിച്ചു പിടിയാലോ നിന്നോ. അമ്മയ്ക്കാണ് അവനിൽ ഒരു സ്ഥാനം എന്ന് ഉണ്ടാക്കിയെടുത്തോ, ഇല്ലെങ്കിൽ അമ്മയുടെ കാര്യം കട്ടപ്പുകയാകും എന്നും പറഞ്ഞ് ഗീത അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സുജാത 2 വർഷത്തായിട്ട് നിൽക്കുക. പെട്ടെന്ന് തൻ്റെ മകൻ തന്നോട് ദേഷ്യം കാണിക്കുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതൊന്നും സുജാതയ്ക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ്